ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തു പറ്റി മോളെ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തിനാ നീ കരയുന്നേ? ഒരു കാര്യം ഞാൻ പറയാം. സച്ചിയോടുള്ള പിണക്കത്തിന് എല്ലാവരുടെ സന്തോഷം നീ നശിപ്പിക്കരുത്. ധനുഷേ, നീ അകത്ത് പോയി കാര്യങ്ങൾ എന്തായാലും നോക്ക്. ശരി അച്ഛാ. നീ എന്താ ഇറങ്ങുന്നില്ലേ? അർച്ചനെ, അർച്ചനെ, വലിയ ആറ്റിറ്റ്യൂഡൊന്നും പിടിക്കണ്ട. നീ സച്ചിയെ നോക്കിയേ, എന്തൊരു ഹാപ്പി അവൻ. എന്തായാലും ഇവിടെ വരെ എത്തി. കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അർച്ചനയോട് ലക്ഷ്മിയുമായുള്ള എല്ലാ കാര്യങ്ങളും പറയണം. ഈ ഭാര്യ ഇനി തലക്കൊണ്ട് നടക്കാൻ വയ്യ. ഈശ്വര, എല്ലാം മംഗളാക്കി തരണേ. ഏട്ടത്തി ഇറങ്ങിയില്ലേ? ഏട്ടത്തി, ഏട്ടത്തി ഇറങ്ങി ഇങ്ങോട്ട് വാ. ഇങ്ങ് വന്നേ, വന്നേ. എന്തായി അച്ഛാ? അവിടെ എല്ലാം റെഡിയാ, നമുക്കെന്നാ അങ്ങോട്ട് പോ. കമലേ, അർച്ചനെ വിളിക്ക്. പോ. അമ്മേ, അച്ഛ വാ മോളെ, സമയായി. എന്തു പറ്റി മോളെ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തിനാ നീ കരയുന്നേ? ഒരു കാര്യം ഞാൻ പറയാം. സച്ചിയോടുള്ള പിണക്കത്തിന് എല്ലാവരുടെ സന്തോഷം നീ നശിപ്പിക്കരുത്. വാ മോളെ, വാ.
മോളിതോടെ പോകുന്നു. ഞാനൊരു കല്യാണത്തിന് പോവാ. മോളിനെ അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് സൈലന്റ് ആയിരിക്കുന്നതാവും നല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു കല്യാണമല്ലേ, ആ കാഴ്ച കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ അമ്മാവ. അതുകൊണ്ട് ഞാൻ അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിച്ചിട്ട് വരാം. ഞാൻ കൂടെ വരണോ? ഏയ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഉം? ദേ, ഇന്ന് ചായയല്ല വേണ്ടത്. എന്താ മാഡം, കോഫി വേണോ? ആ, അതല്ല ഇന്നത്തെ ദിവസം വേണ്ടതേ സദ്യ. നല്ല പായസം കൂട്ടിയുള്ള സദ്യ. കല്യാണം അവിടെയല്ലേ, ഉം? പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ സദ്യ ഉണ്ടാക്കുന്നേ? കല്യാണം അവിടെയാണെങ്കിലും ആഘോഷങ്ങൾ ഇവിടെയാ നടക്കാൻ പോകുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഒരു ഒന്നാന്തര സദ്യ ഉണ്ടാക്കി വെക്കണം. പായസം അടക്കം ഒരു ഉഗ്രൻ കല്യാണ സദ്യ. അർച്ചനയുടെ ജീവിതം തകരുന്ന സന്തോഷം എനിക്കിവിടെ സദ്യ ഉണ്ട് ആഘോഷിക്കണം. അതുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ മോള് പോയിട്ട് വാ. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ സദ്യ റെഡി ആയിരിക്കും. ഉം. ശരി. നിക്ക്, നമ്മുടെ ജോലികൾ ആരംഭിക്കാൻ സമയമായി. എന്താ അമ്മാവന്റെ പ്ലാൻ? നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ തുക തരും. സാറ് പറഞ്ഞാ മതി, എന്തിനും ഞാൻ റെഡിയാ.